വിദ്യാഭ്യാസമാവില്ല. അത് തലയിൽ ചേക്കേറി കുറെ വലിയ സംഘർഷങ്ങൾ നമ്മുടെ തലച്ചോറിന് ഉണ്ടാക്കി കൊടുക്കും എന്നതല്ലാത്തതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. മറിച്ച് എന്താ വേണ്ടത്? മനുഷ്യനാകാനുള്ള വിദ്യാഭ്യാസം, മാനവികത പഠിക്കാനുള്ള വിദ്യാഭ്യാസങ്ങൾ, മനുഷ്യത്വത്തെ അറിയാൻ, സ്നേഹം, സംസ്കാരം, ഭവ്യത, സൗമ്യഭാവം, ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടേറെ നന്മകൾ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസമാണ് മദ്രസയിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിന്റെ തുടക്കത്തിൽ തന്നെ അദബ് എന്ന് പറയാൻ തുടങ്ങുന്നത്. സമൂഹ മര്യാദ എന്തൊക്കെയാണോ പിതാവിനോട് കാണിക്കേണ്ടത്, മാതാവിനോട് കാണിക്കേണ്ടത്, ഗുരുവര്യനോട് കാണിക്കേണ്ടത്, സമൂഹത്തോട് ചെയ്യേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം അടങ്ങുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി എന്ന് പറയാവുന്നതാണ് പരിശുദ്ധ ദീനിന്റെ വിദ്യാഭ്യാസ സംരംഭം. അത് തുടങ്ങിയതും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ ആദ്യം തുടങ്ങിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞിട്ടാണ്. വായിക്കണം, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഈ പ്രപഞ്ചത്തെ ഒട്ടാകെയും സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാമധേയത്തിൽ വായിക്കണം. ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഒരു ജ്ഞാനവും ഇസ്ലാമിനെതിരല്ല. ഇനി നിർമ്മിത ബുദ്ധി വരുമ്പോ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോഴും അത് ചെയ്യാവുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണോ അതിനെയൊക്കെ അതിന്റെ നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രോത്സാഹിപ്പിക്കാൻ ഈ പരിശുദ്ധ ദീനിന് സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ ദീനിന്റെ പണി അതാണ്. ഈ പ്രപഞ്ചത്തിലെ എന്തിനേയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഉടമസ്ഥൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവിനെ പഠിക്കണമെന്ന് പറഞ്ഞു തരികയാണ് പടച്ചറബ് ചെയ്തത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഈ പ്രപഞ്ചത്തെ പടച്ച തമ്പുരാന്റെ നാമധേയത്തിൽ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു തുടങ്ങുന്ന ഒരു രക്തപിണ്ഡമായിരുന്നു. അവിടെ നിന്നാണ് മനുഷ്യൻ തുടങ്ങിയത്. അവിടെ മനുഷ്യനെ അവന്റെ ഉമ്മയിലേക്ക് ചേർത്തു പറഞ്ഞാണ് പടച്ച റബ്ബ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിജ്ഞാനം എന്ന് പറയുന്നത്. മാതാവിനെ അറിയുന്ന വിദ്യാഭ്യാസം. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നീ അള്ളിപ്പിടിച്ചൊരു അട്ടയെ പോലെ വളരാൻ തുടങ്ങിയിരുന്നു എന്ന് പറയുകയാണ് പടച്ച റബ്ബ് ചെയ്യുന്നത്. നിന്റെ ഉമ്മയെ ഓർക്കണം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സംസ്കാരം പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ സൂക്തത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പറഞ്ഞു തരുന്നു. ഉമ്മയെ ഓർക്കണം. ഉമ്മയിൽ നിന്ന് തുടങ്ങുന്നതാണ് വിദ്യാഭ്യാസം പോലും. ഉമ്മയിൽ തുടങ്ങുന്നതാണ് സംസ്കാരം പോലും. അതുകൊണ്ടാണ് ഉമ്മയുടെ മടിത്തട്ടിനെ കുറിച്ച് പറയാൻ അല്ലുമ്മു മദ്രസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ഖൗമൻ തയ്യിബൽ അറാഖി. ഉമ്മ ഒരു പ്രാഥമിക മതപാഠശാലയാണ്. അവിടെയാണ് അതിനെ നേരെയാക്കൽ വഴി, അതായത് സ്ത്രീക്ക് വിദ്യാഭ്യാസവും സംസ്കാരവും നൽകൽ വഴി നിനക്കൊരു വലിയ സമൂഹത്തിന്റെ നിർമ്മിതി നടത്താനാകുമെന്ന് നമ്മളെ ഈ കവി പഠിപ്പിച്ചു തരുന്നത്. നല്ല ഉമ്മയുണ്ടായാൽ നല്ല കുടുംബമുണ്ടായി. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഉമ്മയുടെ കാൽപാദങ്ങൾ സ്വർഗത്തിലേക്കുള്ള വഴിയാകുന്നു എന്ന് പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ കാണുന്നത് ഈ മാതാവ് ഒരു സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഈറ്റില്ലമാണ്. ഒറ്റില്ലം മാത്രമല്ല, ഈറ്റില്ലവും കൂടിയാണ്. മാതാവിൽ നിന്ന് തുടങ്ങണം. നല്ല ഉമ്മ ജനിക്കുമ്പോൾ നല്ല കുഞ്ഞു ജനിക്കുന്നു. നല്ല ഉമ്മ ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സംസ്കാര സമ്പന്നയായ മാതാവ് ഉണ്ടാവുക എന്നർത്ഥം. നല്ല ഉമ്മ മദ്രസയിൽ വിടും. ചില ഉമ്മമാർ ഉസ്താദോടെ സൂചിപ്പിച്ചല്ലോ, നമ്മളൊക്കെ പലപ്പോഴും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഞാനത് ചെറുതായി കാണല്ല. പക്ഷെ മദ്രസയാണ് ഏറ്റവും പ്രധാനമായി സംസ്കാര സമ്പന്നമായ ഒരു ജനതയുടെ സൃഷ്ടിപ്പിന് ഏറ്റവും ആവശ്യമായത് എന്ന ബോധ്യമുണ്ടാവാൻ. അതാണ് പ്രധാനം. ഇല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന ഒരു വലിയ കുഴപ്പത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ പറയും, റബ്ബനാ അരിനൽ ലദൈനി അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ സംസ്കാരം പഠിപ്പിച്ചു തരാതെ ഞങ്ങളെ പഴപ്പിച്ചു കളഞ്ഞ ഒരു വിഭാഗത്തിലെ ആ രണ്ടുപേരെയും നീ ഒന്ന് കാണിച്ചു തരാമോ? ജിന്നുവർഗത്തിലെയും അതുപോലെ തന്നെ മനുഷ്യവർഗത്തിലെയും പെട്ട ആ രണ്ടുപേരെയും ഒന്ന് കാണിച്ചു തരണം. എന്തിനാ അവരെ കാണിച്ചു തരേണ്ടത്? അവരെ കാണിച്ചു തന്നാൽ അവരെ ഞങ്ങളൊന്ന് കാലിന്റെ കീഴിലിട്ട് ചവിട്ടാം. അവർ താഴെ കിടക്കട്ടെ, ഞങ്ങൾ അവരുടെ മുകളിൽ കയറി നിൽക്കാം എന്ന് പറയുന്ന മക്കൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. എന്ന് പറയുന്ന മക്കൾ അതേസമയം സംസ്കാര സമ്പന്നമായ ഒരു ജീവിതം അവർക്ക് കൊടുത്താലോ? മറ്റൊരു ഹദീസിൽ ഒരിക്കൽ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന ഒരു സന്ദർഭം പറയുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ മുഖത്ത് രണ്ട് പ്രത്യേക ഭാവങ്ങൾ. ആ ഭാവമാറ്റം കണ്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹധർമ്മിണി സയ്യിദത്തുന ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ, അവിടുത്തെ മുഖത്ത് രണ്ട് ഭാവങ്ങൾ ഇങ്ങനെ മിന്നി മാറിയല്ലോ, എന്താ അതിന് കാരണം? ആയിഷയോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രിയപ്പെട്ട സഹധർമ്മിണി,
പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരുമ്പോ ആ പരിശുദ്ധമായിട്ടുള്ള നെഞ്ചിൽ ചേർന്നു നിൽക്കാൻ സൗഭാഗ്യം ലഭിച്ച സയ്യിദത്തുന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയാണ്, ആയിഷ, ഞാൻ ആദ്യം കണ്ട രംഗം ഒരു മനുഷ്യനെ അയാൾ വിചാരണക്ക് ശേഷം അയാളെ നരകത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഏറ്റവും ഭീകരമായ രംഗമായി. അത് കണ്ടപ്പോഴാണ് എന്റെ മുഖത്ത് അത്തരം ഒരു ഭാവമാറ്റം ഉണ്ടായത്. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന രംഗം അത് കാണാൻ, ഈ ലോകത്ത് നിന്ന് പാരത്രിക ലോകത്തെ ഒരു സംഭവത്തെ കാണാൻ മുഹമ്മദ് മുസ്തഫക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനത്തെ ഒരു കണ്ണു കൊടുത്തു. ആ കാഴ്ചയെ കുറിച്ച് അറിയുന്ന പ്രിയതമയുടെ ചോദ്യമാണ്, പുണ്യനബിയെ, അങ്ങയുടെ മുഖത്തുണ്ടായ 2 മാറ്റങ്ങളുടെ കാരണം എന്താണെന്ന്. അപ്പൊ പറയുന്നു, അങ്ങനെ വിചാരണാനന്തരം കൊണ്ടുപോകപ്പെടുന്ന ഒരു മനുഷ്യന്റെ ഭീകരാവസ്ഥ കാണുന്നു ഞാൻ. പിന്നെ എന്തേ അങ്ങയുടെ മുഖത്ത് പ്രസാദാത്മകമായ ഭാവം വന്നത്? പെട്ടെന്ന് കാർമേഘങ്ങൾ മാറി സൂര്യൻ തെളിഞ്ഞു നിന്ന പോലെ, പകൽ ഉദിച്ച പോലെ അത്രമേൽ മനോഹരമായി അങ്ങയുടെ പരിശുദ്ധമായ ഭൂവചനം. അപ്പോ തിരിച്ചും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ മനുഷ്യൻ വിചാരണാനന്തരം അയാൾ വലിച്ചു വെച്ച് നരകത്തിലേക്ക് പോകുന്ന നേരം അയാളുടെ മുമ്പിൽ 3 മക്കൾ, 3 പെൺകുട്ടികൾ വന്നിട്ട് അയാളെ കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് അവർ ഉച്ചത്തിൽ ഇങ്ങനെ നിലവിളിച്ച് പറയുകയും ചെയ്തു. അവർ കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് ഉറക്കെ നിലവിളിച്ച് പറയുകയും ചെയ്തു, അല്ലാഹുവേ, ഈ പിതാവ് ഞങ്ങൾക്ക് ജീവിതം നൽകുകയും ഞങ്ങളെ സംസ്കാര സമ്പന്നമായി വളർത്തുകയും ഞങ്ങൾക്ക് സംസ്കാര സമ്പന്നരായ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചു തരികയും ഞങ്ങൾക്ക് വേണ്ട റഹ്മത്തെല്ലാം ചെയ്തു തരികയും ചെയ്ത പിതാവാണ്. അതുകൊണ്ട് തമ്പുരാനെ, നീ ഈ പിതാവിനെ നരകത്തിലേക്ക് വിടരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയാളെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ മലക്കുകളോട് കൽപ്പിക്കുമ്പോ അയാൾ ആനയിക്കപ്പെടുന്ന ആ ദൃശ്യമാണ് എന്റെ മുഖത്തുണ്ടായ പ്രസാദാത്മകതയുടെ കാരണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വളരുമ്പോ ആ കുഞ്ഞുങ്ങളെ മതത്തിന്റെ സംസ്കാരത്തിന്റെ ഉള്ളിൽ വളർത്തുമ്പോ അതുണ്ടാക്കിയെടുക്കുന്ന നന്മകൾ ഇങ്ങനെയൊക്കെ സ്വർഗത്തിൽ കിട്ടും. ഇവിടുന്ന് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കും. വലതുൻ സാലിഹുൻ യദ്ഉല, ഒരു കുഞ്ഞ്, ഒരു സന്താനം, അവൻ പിതാവിന് വേണ്ടി അല്ലാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണേ എന്ന് ദുആയിരുന്നാൽ ആ ദുആ കൊണ്ട് മഗ്ഫിറത്ത് കിട്ടോ ഇല്ലയോ എന്നതിനേക്കാൾ പ്രധാനമാണ് ആ മഗ്ഫിറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സംസ്കാരം അവന് പഠിപ്പിച്ചു കൊടുത്തതിന്റെ കൂലി ആ പിതാവിന്റെ ഖബറിൽ എത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. നോക്കണം നിങ്ങൾ, പ്രാർത്ഥനയുടെ ഉത്തരം അത് ശരി, പക്ഷെ അതിനൊപ്പം തന്നെ പ്രധാനമാണ് അങ്ങനെ ഒരു സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ ആരാണോ കാരണക്കാരനായത് ആ വാപ്പക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഖബറിൽ അതിന്റെ പുണ്യം നൽകുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് മുറിയാത്ത പ്രതിഫലമാണ്, അത് മുറിയാത്ത പ്രതിഫലം. അതെവിടുന്നാ വരാ? ഈ മദ്രസയിൽ നിന്നാണ്, മതവിദ്യാഭ്യാസത്തിന്റെ ബോധ്യത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങിയത്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. മാതാവിന്റെ ഗർഭപാത്രത്തിൽ അള്ളി പിടിച്ച ഒരു രക്തപിണ്ഡം, ശരിക്കും പറഞ്ഞാൽ ഒരു ലീച്ച് എന്ന് പറയാം, ഒരു അട്ട, അങ്ങനെ ഒരു അട്ട, അതിൽ നിന്നാണ് ഈ മനുഷ്യക്കുഞ്ഞ് പിന്നെ വളർന്നു വലുതാകുന്നതെന്ന് പറയാൻ കഴിയാത്തൊരു കാലത്താണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. അക്ഷരാഭ്യാസം ഇല്ലാതിരുന്നു പുണ്യനബിക്കെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. അന്നബിയുൽ ഉമ്മി അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി. അക്ഷരം പഠിച്ചില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ അറിയില്ല എന്നല്ല, പക്ഷേ ഒരു ഉസ്താദിൽ നിന്ന്, ഒരു ഗുരുവര്യനിൽ നിന്ന്, ഒരു സർവകലാശാലയിൽ നിന്ന്, ഒരു അക്കാദമിയിൽ നിന്ന് അങ്ങനെ പഠിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ പഠിക്കാതിരുന്ന ഇല്ലിറ്ററേറ്റ് എന്ന ചരിത്രം വിശേഷിപ്പിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. പക്ഷെ ആ റസൂലിന്റെ കർണകുടങ്ങളിൽ ആദ്യം വരുന്നത് ഇതൊക്കെയാണ്. അതിപ്പോ ആലോചിച്ചാൽ ആധുനിക ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ എംബ്രിയോളജിസ്റ്റ് എന്ന് പറയുന്ന കീത്തുമൂർ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം വെറുതെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പൊ അതൊക്കെ കിട്ടൂല. അതാണ് തങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഇപ്പൊ എയുടെ കാലമാണ്, ഗൂഗിളിന്റെ കാലമാണ്, സകല പുസ്തകവും. വിദ്യാർത്ഥികളും പഠിക്കുന്നവരും ആലോചിച്ചാൽ ഇനി ഇംഗ്ലീഷ് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റും, ആ പുസ്തകം എടുത്ത് വെറുതെ ഇങ്ങനെ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ മറിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിലെ ഓരോ ചിത്രങ്ങളും തന്നെ അത്ഭുതമാണ്. അതിൽ ഒന്നാമത്തെ ചിത്രം ഇതാണ്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിന്റെ ആദ്യത്തെ രൂപം ഒരു അട്ടയെ പോലെയാണ്. എവിടെന്നാ ഇത് പറയുന്നത്? ആധുനിക കാലത്തിന്റെ സകല പരിശോധനാനന്തരവും എല്ലാ തരം സാങ്കേതിക വിദ്യയും അഭ്യസിച്ചു വെച്ച, അതെല്ലാം കൃത്യമായി ദൃശ്യം എന്ന് പറയാവുന്ന, വിസിബിളായി കാണാൻ കഴിയുന്ന തരത്തിൽ മാതൃഗർഭപാത്രത്തെ വിശകലനം ചെയ്യാൻ കഴിയുന്ന ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ കൊണ്ട് എടുക്കപ്പെട്ടതിൽ നിന്നാണ് ഇന്നത് കാണുന്നതെങ്കിൽ
1400 കൊല്ലം മുമ്പ് പരിശുദ്ധ ഖുർആൻ പറയാൻ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു തുടങ്ങിയ ഒരു രക്തപിണ്ടായിരുന്നു മനുഷ്യൻ. അവിടുന്ന് തുടങ്ങിയ ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാം നേടാൻ കഴിഞ്ഞു. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ വിചാരിക്കുന്നില്ലേ, ഇവിടെ ഇരിക്കുമ്പോ കേരളീയ മുസ്ലിം സമാജമേ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരം ഒരു വലിയ സൗഭാഗ്യം നമുക്ക് കിട്ടിയത് പോലും മതവിദ്യാഭ്യാസത്തിനാണ്. ഒരു സംശയവും വേണ്ട. ഈ പറയപ്പെടുന്ന ഇന്ന് കാണുന്ന ഈ സ്വസ്ഥതയുണ്ടല്ലോ, അത് രാഷ്ട്രീയമായി സംഘടിക്കാൻ, സാമുദായികമായി സംഘടിക്കാൻ, മതപരമായി നവീകരിക്കാൻ, ഇതിനെല്ലാം സാധ്യമായതിന്റെ പ്രധാന കാരണം എന്താ? മതവിദ്യാഭ്യാസം. നമ്മൾ ആദ്യം നേടിയത് മറ്റൊന്നും ഇരുന്നില്ല. നമ്മളൊരു ഫറൂഖ് കോളേജ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം നടന്നതല്ല. നമ്മുടെ നാടാകെ നടന്ന നഗരാന്തരങ്ങളിലൂടെ നടന്നുപോയ മദ്രസയെ കുറിച്ചുള്ള സന്ദേശവുമായി നടന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഉമറാക്കളും ഉണ്ടായി. 945 ബാപ്പത്തി തങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് ഈ നാട്ടുകാരനാണ് കെ പി ഉസ്മാൻ സാഹിബ്, അല്ലേ? വെൺമീൻ നാട്ടുകാരനായ കെ പി ഉസ്മാൻ സാഹിബാണ് അന്നത്തെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി. ആ മനുഷ്യൻ ഗ്രാമാന്തരങ്ങളിൽ നടന്നു പറഞ്ഞു, മദ്രസ വേണം. തങ്ങളാ പറഞ്ഞത്, സമസ്തയാണ് പറഞ്ഞത്, കേൾക്കണം. എല്ലാവരും മദ്രസയെ കുറിച്ച് ആലോചിച്ചു. നാടും നഗരവും ഒരുങ്ങി നിന്ന് മദ്രസക്ക് വേണ്ടി പണിയെടുത്തു. നമ്മുടെ ഉമ്മമാർ അവരുടെ ചുത്തടങ്ങാത്ത വയറ്റത്ത് വീണ്ടും മുറുക്കി കെട്ടിയിട്ട് തങ്ങളുടെ മക്കൾക്ക് കൊടുത്ത ഭക്ഷണത്തിന്റെയും അതിന്റെ ബാക്കിയായി വന്ന അരി മാറ്റിവെച്ച് മദ്രസക്ക് വേണ്ടി അവർ പിടിയരി കൊടുത്തു. ആ പിടിയരി കൊടുത്തുകൊണ്ടുണ്ടാക്കിയെടുത്ത പഴയ കാലത്തെ മദ്രസകൾ അന്നുണ്ടായ സിലബസ് അതിങ്ങനെ നവീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തു. ഇന്ന് തങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവസാനം അത് സ്മാർട്ട് ക്ലാസ്സിൽ വന്ന് നിൽക്കുന്നു. അൽഹംദുലില്ലാഹ്, അത്രയും ആ അർത്ഥത്തിലുള്ള വിദ്യാഭ്യാസപരമായ പുരോഗതിയിൽ മദ്രസയിൽ തന്നെ നേടി. അത് സെക്കൻഡറി വിദ്യാഭ്യാസ തലം, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ തലം. അത് കഴിഞ്ഞാൽ പിന്നെ 2 തരത്തിൽ വിദ്യാഭ്യാസം നേടാൻ ആവശ്യമാകുന്ന പദ്ധതികൾ ഇട്ടുകൊണ്ട് പോകുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ. ദാറുൽ നിന്നൊക്കെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയെ കുറിച്ച് നമുക്കറിയാം. അവർ വലിയ യൂണിവേഴ്സിറ്റികളുടെ പ്രൊഫസർമാരാണ്. 84 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം പിന്നെ 1 കോടി രൂപയോളം അടുക്കുന്നതാണ്. ഇൻഫോസിസ് കമ്പനി ഒരു ചെറുപ്പക്കാരന്, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു ഹുദവി ചെറുപ്പക്കാരന് അദ്ദേഹത്തിന്റെ ചരിത്ര ഗവേഷണ പഠനങ്ങളുടെ വിലമതിക്കാനാവാത്ത സംഭാവനകൾക്ക് കൊടുക്കുന്നു. വലിയ യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്നു. കേരളത്തിന്റെ പുറത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള വലിയ യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്നു. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിപ്പിക്കുന്നു. അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് വിളിക്കുകയാണ്. അങ്ങനെയൊക്കെ എത്രയോ ആളുകൾ എത്രയോ തരത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ലോകത്തോളം വളർന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ ഈ മതവിദ്യാഭ്യാസത്തിന്റെ ആദ്യ സ്ഥാപനമായ മദ്രസയിൽ നിന്ന് സാധിച്ചു. നമ്മുടെ അറബ് ലോകത്തിൽ നിന്നപ്പോൾ നമുക്ക് ആകെ കിട്ടിയിരുന്ന മാവും, അല്ലേ? അങ്ങനെ ചില സഹോദരന്മാർ പറയാറുണ്ട്, കയ്യിലുണ്ടായിരുന്ന ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നന്നായി പറയാൻ കിട്ടിയതാണ്. അസ്സലാമു അലൈക്കും എന്ന് മറ്റാരും പറയുന്നതിനേക്കാൾ നന്നായി പറയാൻ കഴിഞ്ഞതാണ്. അറബി കെട്ടിപ്പിടിച്ചു, അറബി നമ്മളെ സ്വീകരിച്ചു. അങ്ങനെ അറബ് ലോകത്ത് വലിയ പ്രമാണിമാരായി നമ്മൾ വളർന്നു. വലിയ അർത്ഥത്തിലുള്ള സൗകര്യങ്ങളെല്ലാം കിട്ടി. എല്ലാം കിട്ടിയതിന്റെ ഉള്ളടക്കത്തിന്റെ ആദ്യത്തെ പടി ഏതാണ്? യുത്തിൽ ഹിക്മത മൻ യശാ വമൻ യുത്തിൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. എല്ലാം കിട്ടപ്പെടും. യുത്തിൽ ഹിക്മത മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് കൊടുക്കും. ആ ഹിക്മത്ത് എന്ന് പറയുന്നത് നുബുവത്തിന്റെ വിജ്ഞാനം. ആ നുബുവത്തിന്റെ ജ്ഞാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കും. വമൻ യുത്തിൽ ഹിക്മ, ആ ഹിക്മത്ത് ഒരാൾക്ക് ലഭിക്കപ്പെട്ടാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, എല്ലാ നിലക്കുമുള്ള സൗഭാഗ്യവും അയാൾക്ക് കിട്ടപ്പെടും എന്ന് പരിശുദ്ധ ഖുർആൻ. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, നന്നായി തലച്ചോറുള്ളവർക്ക് ഇത് ചിന്തിച്ചാൽ മനസ്സിലാകൂ. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, നന്നായി പഠിക്കാൻ മനസ്സിലാക്കാൻ തീരുമാനിച്ച ആളുകൾക്ക് ഇത് മനസ്സിലാകുമെന്ന് ഖുർആൻ പറയുമ്പോൾ ആ രീതിയിൽ ഹിക്മത്ത് ഉണ്ടായിത്തീരുന്നത് വഴിയാണ് ലോകത്ത് തന്നെ വലിയ മാറ്റങ്ങൾ മുസ്ലിങ്ങൾ തന്നെ ഉണ്ടാക്കി. ഒരു സമയത്ത് പ്രാകൃതരായിരുന്നു അറബികൾ. പിന്നെ അതേ അറബി പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ അവരെന്താ ചെയ്തത്? അവിടെയെല്ലാം വലിയ മദ്രസകൾ ഉണ്ടാക്കി. അവിടെയെല്ലാം വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. സ്പെയിനിൽ പോയി അവർ ചെയ്ത പണി, അവിടെ ഒരു വലിയ വിദ്യാലയം ഉണ്ടാക്കി. ആ വിദ്യാലയത്തിന് ചരിത്രമിട്ട പേരാണ് അൽ ഖുർത്തുബ, കെർഡോവ യൂണിവേഴ്സിറ്റി. ആ കെർഡോവയുടെ ചുറ്റുവട്ടത്തും എത്രയോ ഇസ്ലാമികമായിട്ടുള്ളത് മാത്രമല്ല ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങൾ പോലും നടന്നു. എന്താ കാര്യം?
അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മുസ്ലിങ്ങൾ ആദ്യം ചെയ്ത പണി വിദ്യാഭ്യാസ പ്രവർത്തനമായിരുന്നു. അവർ വാളെടുത്ത് യുദ്ധം ചെയ്യാനല്ല പോയത്. വാളെടുത്ത് യുദ്ധം ചെയ്യുന്നതിനേക്കാളും ഒരു ജനതയെ മാറ്റാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ജനതയിൽ ജ്ഞാനം, അവരെ പ്രബുദ്ധമാക്കാനുള്ള ജ്ഞാനം, അവരെ സംസ്കാര സമ്പന്നമാക്കാനുള്ള ജ്ഞാനം നൽകുക എന്നതായിരുന്നു. ആ വിജ്ഞാനമാണ് അവർക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ അർത്ഥത്തിൽ യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവരെ സംസ്കരിക്കുകയും അവർക്ക് തഅലീം അഥവാ പരിശുദ്ധമായ കിതാബിനെ പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് ഹിക്മത്ത് നൽകുകയും ചെയ്തുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അതുകൊണ്ട് അവർ ലോകത്തെമ്പാടും നടന്നിട്ട് ചെയ്ത പണി അതാണ്. അതുകൊണ്ട് കെറഡോ വന്നപ്പോ കെറഡോയെ കുറിച്ച് ചരിത്രകാരന്മാരെല്ലാവരും പറഞ്ഞു, കെറഡോ വലിയ അത്ഭുതമാണ്. അവിടെ ഇസ്ലാമിക വിദ്യാഭ്യാസം മാത്രമല്ല, സംസ്കാരങ്ങളുടെ മുഴുവൻ, അവിടെ നടന്ന ശാസ്ത്രത്തിന്റെ, അവിടെ നടന്ന കലയുടെ, അവിടെ നടന്ന സാഹിത്യമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ എല്ലാം ചരിത്രം ലോക ചരിത്രകാരന്മാരെല്ലാവരും ശ്രമിച്ചു. ഇന്ത്യയുടെ പ്രഗത്ഭനായ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങൾ യൂറോപ്പ് വളരെ പിന്നിൽ നിന്ന കാലത്ത്, യൂറോപ്പ് വാസ് ബാക്ക്വേർഡ്, യൂറോപ്പ് വളരെ പിന്നിലായിരുന്നു in learning science and arts and all abilities of life. ജീവിതത്തിന്റെ സകല തുറകളിലും, ശാസ്ത്രത്തിലും, അന്വേഷണത്തിലും, പഠനത്തിലും എല്ലാം പിന്നിലായിരുന്നു. അങ്ങനെ പിന്നിലായിരുന്നപ്പോഴോ ഇറ്റ് വാസ് അറബ് സ്പെയിൻ, അവിടെ ഒരു അറബ് സ്പെയിൻ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ദ യൂണിവേഴ്സിറ്റി ഓഫ് കെറഡോവ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. കെപ്റ്റ് ദ ലാമ്പ് ഓഫ് ലേണിംഗ്, അവരാണ് വിദ്യാഭ്യാസത്തിന്റെ ദീപശിഖയുമായി യൂറോപ്പിന്റെ ഇരുണ്ട കാലത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്. അവിടെയാണ് യൂറോപ്പിന് ഈ കലയും സാഹിത്യവും ശാസ്ത്രവും എല്ലാം വളർന്നു നിന്നത്. ഇത് പറയുന്നത് ആരാ? ലോകം കണ്ട പ്രഗത്ഭനായ ചരിത്രകാരൻ കൂടിയായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ. ഞാനിത് പറയാൻ കാരണം ഈ വിദ്യാഭ്യാസത്തിന് അങ്ങനെ ഒരു ചെറിയ മാനല്ല, വലിയ മാനമുണ്ട്, വലിയൊരു ആകാശമുണ്ട്. കേവലം ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നത് മതം മാത്രം പഠിപ്പിച്ചതല്ല, എല്ലാം പഠിപ്പിച്ച വിദ്യാഭ്യാസം, എല്ലാം മനസ്സിലാക്കി തന്ന വിദ്യാഭ്യാസം, ആകാശത്തേക്ക് നോക്കിയിട്ട് നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞ വിദ്യാഭ്യാസം, രാവിന്റെ ചലനങ്ങളെ കുറിച്ച് പറയാനും അതിനെ അറിയാനും പറഞ്ഞ വിദ്യാഭ്യാസം. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ചെന്ന് നിന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ജീവിതത്തിന്റെ ഒരു മുഹൂർത്തം, ഒരു അത്ഭുതകരമായ മുഹൂർത്തം എന്ന് പറഞ്ഞാലോ? അത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിതുമ്പി. എന്നിട്ട് പൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമ പറഞ്ഞു, ഇബ്നു ഉമറേ, ഏത് അത്ഭുതമാണ് അവിടത്തേത് മാറ്റി പറയാനുള്ളത്? എല്ലാം അത്ഭുതമല്ലേ? ആ ജീവിതത്തിന്റെ സകലതും അത്ഭുതമല്ലേ? പിന്നെ എന്താ മാറ്റി പറയാൻ കഴിയാ? എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഒരു ദിവസം എന്റെ രാത്രി, എന്റെ ഊഴം മറ്റ് സപത്നികളിൽ നിന്ന് എന്റെ ദിവസമായിരുന്നു. ആ ദിവസം എന്റെ അടുക്കൽ വന്ന് കടന്നു. എന്റെ പുതപ്പിനുള്ളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കടന്നു. എന്നിട്ട് പറഞ്ഞു, യാ ആയിഷ ഉഹിബ്ബു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അവിടുത്തെ ശരീരത്തിലേക്ക് ആലിംഗനം ചെയ്ത് അടുപ്പിച്ചു വെച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് ചോദിച്ചു, പുണ്യനബി പറഞ്ഞു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ആയിഷ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ ഈ രാത്രിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ആരാധനയിൽ മുഴുകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആയിഷത്തു സിദ്ദീഖ പറഞ്ഞു റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ഇംഗിതം നടക്കട്ടെ എന്ന്. ഇബ്നു ഉമറേ, ആ രാത്രി മുഴുവൻ മുഹമ്മദ് മുസ്തഫ സുജൂദിലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രാത്രിയിലെ സുജൂദിൽ അവിടുത്തെ ഭൂതലം ഇങ്ങനെ കണ്ണുനീരുകൊണ്ട് നനഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇബ്നു ഉമറേ എന്ന് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രൻ മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ റസൂലുള്ളാഹിയുടെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതൊക്കെ വാരി അതെല്ലാം അതുപോലെ തന്നെ ജീവിതത്തിൽ പകർത്തുന്ന ഒരു വലിയ മുത്തബിഉസ് സുന്നയാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അതുകൊണ്ട് ഇബ്നു ഉമർ തങ്ങളോടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം. എന്നിട്ട് പറഞ്ഞു, ആ രാത്രി ഉറങ്ങിയിരുന്നില്ല. ആ രാത്രിയിലെ ഉറക്കമില്ലാത്ത ദിവസം അതിന്റെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സുബഹിന്റെ വാങ്കുലി മുഴക്കാൻ വേണ്ടി വന്ന മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ, ഇന്ന് ഉറങ്ങിയില്ലല്ലോ, ഈ രാത്രി മുഴുക്ക ഉറങ്ങാതിരിക്കായിരുന്നല്ലോ. ഈ ഉറക്കമില്ലാത്ത രാത്രികളിൽ നിരന്തരമായ സുജൂദിൽ, ചിന്തയിൽ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങെന്തിന് ഇത്രമേൽ ഭയപ്പെടണം? അങ്ങ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശ്രേഷ്ഠനായി, അങ്ങ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗം പ്രബോധനം ചെയ്യാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഈ പ്രപഞ്ചത്തിലെ തന്നെ ഉത്കൃഷ്ടമായ ജീവിതം എന്ന നിലയിൽ അള്ളാഹു തെരഞ്ഞെടുത്ത മഹാനല്ലേ?
നബി അങ്ങെന്തിന് ഭയപ്പെടണമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബിലാൽ, ഇന്നത്തെ രാത്രിയിൽ എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു സൂക്തം, അത് ഏറെ ചിന്തിക്കേണ്ട സൂക്തമാണ്. ആ സൂക്തം, ആ ആയത്ത് ഞാൻ അത് ഓതുന്നവൻ അത് വേണ്ട പോലെ ചിന്തിക്കുന്നില്ലെങ്കിൽ അത് ഓതിയിട്ട് ചിന്തിക്കാത്തവന് വലിയ നാശം എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആയത്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളെയും കുറിച്ച് ആലോചിക്കുന്നവരാരാ? അല്ലദീന യദ്കുറൂന അല്ലാഹ്, പടച്ച റബ്ബിനെ വല്ലാതെ ഓർക്കുന്നവരാണ്, അവർ ചിന്തിക്കുന്നവരാണ്. എന്നിട്ടും അതിൽ ആഴമുള്ള ആലോചനകൾ നടത്തി ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്നവൻ, അവൻ ശാസ്ത്രകാരനാകുമ്പോഴും റബ്ബിനെ പേടിക്കുന്നവന്. അപ്പൊ ഒരു മതവിദ്യാർത്ഥി എന്ന് പറയുന്നത് വെറുതെ മതം പറഞ്ഞു എന്ന് പറയലല്ല, ലോകത്തെ എല്ലാത്തിനെയും അറിയലാണ്, പ്രപഞ്ചത്തെ അറിയലാണ്, പ്രപഞ്ചത്തിന്റെ താളത്തെ തിരിച്ചറിയാൻ കഴിയലാണ്. പ്രപഞ്ചത്തിനൊരു താളമുണ്ടെന്ന് ലോകത്തെ പ്രഗത്ഭരായ ശാസ്ത്രകാരന്മാർ പറഞ്ഞു തരുമ്പോ, ദിസ് യൂണിവേഴ്സ് ഹാസ് ദ പർപ്പസ്, അതിന് പ്രത്യേക ആവശ്യവും അതിന് ഒരു താളമുണ്ടെന്ന്, അതിനൊരു ടോൺ, ഒരു താളമുണ്ടെന്ന് പറയുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ആ ടോൺ തിരിച്ചറിയാൻ കഴിയുന്നതാണ് മതവിദ്യാഭ്യാസം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. ആ ടോൺ പോലും തിരിച്ചറിയാൻ കഴിയില്ല ഇന്നത്തെ കാലത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ധാർമ്മികമായ പശ്ചാത്തലങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ വിശദീകരിച്ചു പോയാൽ ഇന്ന് സമയം പോരാ. കാരണം ഇന്നത്തെ കാലം അത്രക്കും മോശമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ പെണ്ണുങ്ങൾ മോശമാവുകയും യുവാക്കൾ വഴികെട്ട് പോവുകയും ചെയ്യുന്ന കാലം വന്നാൽ എന്ത് തോന്നുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം. അത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അങ്ങനെ സംഭവം ഉണ്ടാവോ? അങ്ങനൊരു സംഭവം ഉണ്ടാവോ? അത്രയേറെ പരിശുദ്ധ ദീൻ കെട്ടിപ്പടുക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത നമുക്ക് ഇനി ഒരു കാലം അങ്ങനെ വരാനുണ്ടോ? നന്മ കൽപ്പിക്കാതിരിക്കുന്ന